സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മനോഹരമായൊരു ഹാർട്ട് ഓഫ് ഹെവന്റെ എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു വിശ്വാസം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ശക്തി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഒരു മനോഹരമായ ഗാനം പാടിക്കൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കാം. രാജയ, ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഹാർട്ട് ഓഫ് ഹെവനിൽ നമുക്ക് അതിഥിയായിട്ട് എത്തുന്നത് സംഗീത സംവിധായകനും ഗായകനുമായ ഷാൻറ്റി ആന്റണി അങ്കമാലി. അതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിലെ പ്രാരംഭ ഗാനം അദ്ദേഹത്തിന്റെ ഒരു അതിനു മുൻപായി നമുക്ക് അവരുടെ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് തിരിച്ചു വരാം. ഷാൻറ്റി അങ്കമാലി പയ്യപ്പള്ളി ആന്റണി ശോശാമ ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ മകനായി അങ്കമാലിക്കടുത്ത് മൂക്കന്നൂരിൽ ജനനം. കാലടി പ്ലാന്റേഷൻ സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം +2 മഞ്ഞപ്ര റോയൽ അക്കാഡമിയിൽ നിന്നും പൂർത്തിയാക്കി. +2 പഠനകാലത്ത് ഫാദർ അഗസ്റ്റിൻ പുത്തൻപുരയ്ക്കലിന്റെ ശിക്ഷണത്തിൽ കീബോർഡ് അഭ്യസിക്കാൻ തുടങ്ങി. കർണാടകയിലെ ബെസ്റ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നിന്നും നഴ്സിംഗ് പാസ്സായി. പഠനത്തിനു ശേഷം ഹൈദരാബാദ്, ജയ്പൂർ എന്നിവിടങ്ങളിൽ നഴ്സായി ജോലി ചെയ്തിട്ടുണ്ട്. ൽ എൻ്റെ ദൈവം എന്ന ആൽബത്തിന് ഈണമൊരുക്കി സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നുവന്നു. ഇതിൽ കെസ്റ്റർ ആലപിച്ച മകനെ നീ എന്റേതല്ലേ എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നണി ഗാനരംഗത്തെ ശ്രദ്ധേയമായ ഗായകരായ KJ യേശുദാസ്, KS ചിത്ര, P ജയചന്ദ്രൻ, MG ശ്രീകുമാർ, G വേണുഗോപാൽ, KG മാർക്കോസ് തുടങ്ങിയവർ ഇദ്ദേഹത്തിന്റെ ഈണങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഏകദേശം 1000ഓളം ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കുവാൻ സർവശക്തൻ വഴിയൊരുക്കി. ലോകമെമ്പാടുമുള്ള മരിയ ഭക്തരിൽ സാന്ത്വന സ്നേഹത്തിന്റെ ഈരടികളായി മാറിയ 53 മണി ജപമാലയിൽ തെളിയുന്നു എന്ന ഗാനം ചിത്രയുടെ സ്വരമാധുര്യത്തിൽ ഇദ്ദേഹം ഒരുക്കിയതാണ്. ൽ പുറത്തിറങ്ങിയ പിപ്പലാന്ത്രി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കി സിനിമാ സംഗീത ലോകത്തേക്ക് കടന്നുവന്നു. ഗായികയായ ജോസ്ന ഭാര്യയാണ്. മക്കൾ സാവിയോ, സ്റ്റെവിൻ എന്നിവരോടൊപ്പം അങ്കമാലിക്കടുത്ത് ഇടക്കുന്നിൽ താമസം. ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് മനോഹരമായ സ്വർഗീയ സമ്മാനങ്ങൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകൻ ഷാൻറ്റി അങ്കമാലിക്ക് ഗുഡ്നസ് TV ഒരുക്കുന്ന ഹാർട്ട് ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഷാൻറ്റി ആന്റണി അങ്കമാലി. ഒപ്പം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി
ജോസ്നയും. ഹലോ ഷാൻഡി. നമസ്കാരം. ഹലോ ജോസ്ന. ജോത്സ്ന. നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം നിങ്ങളെ ഒന്നിച്ച് ഈ സ്റ്റേജിൽ കാണുവാൻ. ദൈവം ഇടവരുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം അത് ഞങ്ങൾ ചെയ്യുന്നില്ല, കാരണം ഷാൻഡി ഉള്ളത് കൊണ്ട്. അപ്പോൾ നമുക്കൊരു ഗാനം പാടിയാലോ? തീർച്ചയായിട്ടും. വൈഫ് ജോസിന് ആള് പാടും നന്നായിട്ട്, അപ്പോൾ ആള് തന്നെ ഒരു പാട്ട് പാടട്ടെ. ആ, ഓക്കെ. Okay, താങ്ക് യു വെരി മച്ച്. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത.
ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. പ്രിയപ്പെട്ട ഷാൻഡി, ജീവിത പങ്കാളി ജോസ്ന, ഒത്തിരി സ്നേഹത്തോടെ ആർട്ട് ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു. നമ്മൾ തമ്മിൽ നേരിട്ട് കാണുന്ന ഇപ്പോഴാണ്, ഫോണിലൂടെയുള്ള സംസാരം ഉണ്ടായിരുന്നത് അല്ലേ? അതെ. എനിക്കതിന് മുമ്പായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ജോസ്ന പാടിയ പാട്ട് വളരെ മനോഹര ഗാനം, ഇത് സംഗീതം ചെയ്തത് ഷാൻഡിയാണ്. അതെ, ഈ പാട്ട് 2 വർഷം മുമ്പ് സംഗീതം ചെയ്തൊരു പാട്ടാണ്. 2 വർഷം മുമ്പ് ഇറങ്ങിയൊരു പാട്ടാണ്, മാതാവിന്റെ പാട്ട്. ഇത് ആരാ എഴുതിയിരിക്കുന്നത്? ഇത് നമ്മുടെ ഒരു സിനിമയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു തോഷ് ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ട് സീരിയലിലൊക്കെ ഉള്ള അദ്ദേഹം എഴുതിയ പാട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. അദ്ദേഹത്തെയും നന്ദി പറയുന്നു. വരികളും അതിന്റെ സംഗീതവും ആലാപനവും എല്ലാം അതിഗംഭീരം. അതിലുപരി ജോസ്ന പാടിയെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ആലാപനവും അതിഗംഭീരം. ഓക്കെ. അല്ല, ഇതൊരു ഭാഗ്യാണല്ലോ. ഹസ്ബൻഡ് സംഗീതം കൊടുക്കാതെ ഭാര്യയ്ക്ക് പാടാൻ പറ്റുക എന്നൊക്കെ പറയണത് വളരെ റെയറായിട്ട് കിട്ടുന്നൊരു അവസരമാണ്, ഒരു ഭാഗ്യമാണ്. ജോസ്ന കൂടുതലും പാടിയേക്കുന്ന പാട്ടുകൾ ഞാൻ സംഗീതം ചെയ്തേക്കുന്നതാണ്. കാരണം പാട്ടുകൾ എഴുതുന്നവർ തന്നെ എന്നോട്, ഞാൻ ഒരിക്കലും ആരോടും പറയാറില്ല ജോസ്ന എന്നെ പാടിപ്പിക്കണമെന്ന്. അവർ തന്നെ എന്നോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് പാടിപ്പിച്ചേക്കുന്നത്. പക്ഷേ അവിടെ കൊണ്ട് നിൽക്കരുത്, മറ്റുള്ളവരുടെ സംഗീതത്തിലും പാടാൻ. അല്ല, പാടുന്നുണ്ട്. അല്ല, ഇങ്ങനെ ഈ പാട്ടിലൂടെയാണോ നിങ്ങൾ ജീവിത പങ്കാളികളായത്? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 2017 തുറന്നു പറയണം. 2017 അല്ല, മിക്ക വർഷവും ദുബായിൽ റെക്കോർഡിംഗ് ഉണ്ടാവും 1 വീക്കൊക്കെ. അങ്ങനെ റെക്കോർഡിങ്ങിന് ദുബായിൽ ചെന്നിട്ട് ഞാൻ തിരിച്ചു പോരുന്ന ടൈമിൽ അവിടെ ഞങ്ങൾ പിറ്റേ ദിവസം ഇങ്ങനെ ചുമ്മാ കറങ്ങാനായിട്ട് ഇങ്ങനെ തിരിച്ചു പോരുന്ന ദിവസം കറങ്ങാനായിട്ട് പോരുന്നതിൻ്റെ ഇടയിലാണ് നമ്മളൊരു കൂട്ടുകാരൻ ചേട്ടൻ എന്നോട് ഇങ്ങനെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പിന്നെ ആലോചിച്ച്, ജോസ്നയുടെ വീട് വയനാടാണ്. ഓക്കെ, വയനാട്ടിലെ വാനമ്പാടിയാണ് അല്ലേ? വെരി ഗുഡ്. നിങ്ങൾക്ക് മക്കള് എത്ര? മക്കള് 2 പേരാണ്. മൂത്തയാള് സാവിയോ ഷാൻഡി, 4 വയസ്സ്. ഇളയാള് സ്റ്റെവിൻ, 1 വയസ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. എവിടെയാണ് സ്ഥലം, താമസിക്കുന്ന സ്ഥലം? ഞങ്ങൾ ശരിക്കും ഞാലുക്കര ഇടവകയാണ്, കരയാമ്പറമ്പ് അടുത്ത്. കരയാമ്പറമ്പ്. ഓക്കെ. ഇനി നമുക്ക് സംഗീത ലോകത്തിലേക്ക് വരാം. ഓക്കെ. ഒത്തിരി ഏറെ നല്ല ക്രിസ്തീയ ഗാനങ്ങൾ അങ്ങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, വളരെ നല്ല ഗാനങ്ങളാണ്. അങ്ങ് എത്ര ഗാനങ്ങൾ ഇപ്പോൾ ഏകദേശം ട്യൂൺ ചെയ്തിട്ടുണ്ട്? ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷനിൽ മാത്രം 800-ലധികം ഗാനങ്ങൾ ചെയ്തു കഴിഞ്ഞു. 800-ലധികം ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ നോൺ ഡിവോഷണലായിട്ട് പിപ്പലാന്ത്രി എന്ന് പറഞ്ഞ സിനിമയിൽ ദാസാർ ഉൾപ്പെടെയൊക്കെ പാടിയിട്ടുണ്ട്. ദാസാർ, സിത്താര, അങ്ങനെ കുറച്ച് പേരൊക്കെ ആ സിനിമയിൽ പാടിയിട്ടുണ്ടായിരുന്നു. അത് ലോക്ക്ഡൌൺ ടൈമിൽ ഇറങ്ങിയതുകൊണ്ട് OTT റിലീസ് ചെയ്തത്. അതില് പാടിയിരിക്കുന്നതാണോ സംഗീതം ചെയ്തത്? ഞാൻ അതിൽ മ്യൂസിക് ചെയ്ത് സംഗീതം ചെയ്തേക്കുന്നു. ദാസാർ പാടി പാട്ട് വാനം മേലെ കാറ്റ് എന്ന് പറഞ്ഞൊരു പാട്ടാണ്. വാനം മേലെ കാറ്റ് തുടികൊട്ടും പാട്ടിൻ്റെ ചേര്, വാനം മേലെ കാറ്റ് തുടികൊട്ടും പാട്ടിൻ്റെ ചേര് എന്ന് ഇങ്ങനെയുള്ളൊരു പാട്ടാണ്. കുറച്ച് നല്ലൊരു ഇതായിട്ടുള്ളൊരു പാട്ടാണ്. നന്നായിരിക്കും. നല്ല ഇത് ദാസറിൻ്റെ ടോണിൽ അത് കേൾക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നതിന് തർക്കമില്ല. പിന്നെ മറ്റ് ഏതാ ഒരു സിനിമ? പിന്നെ കുറെ ആൽബങ്ങളാണ്, നോൺ ഡിവോഷണൽ ആയിട്ടുള്ള ആൽബംസ് ആണ് കൂടുതലും ചെയ്തേക്കുന്നത്. അങ്ങ് ആരുടെ കൂടെയാണ് കൂടുതലായിട്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബങ്ങൾ ചെയ്യാറുള്ളത്? സിംഗേഴ്സ് ആയിരിക്കുമല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്? ഞാനിപ്പോൾ കൂടുതലും പാട്ടുകൾ പാടിയേക്കുന്നത് കെസ്ട്രേട്ടൻ, മധുബാലകൃഷ്ണൻ ചേട്ടൻ, ബിജു നാരായണൻ, അങ്ങനെ ഒത്തിരി പേര് പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ KS ചിത്ര ചേച്ചി 2 പാട്ടോളം പാടി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാനിപ്പോഴും അതിനെക്കുറിച്ച് ഓർത്തത്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളൊരു ഗാനം ചിത്ര ചേച്ചി അങ്ങയുടെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. അത് വളരെ ഹിറ്റായിട്ടുള്ളത്. 53 മണി ജപമാല, അതൊന്ന് പാടാമോ? 53 മണി ജപമാലയിൽ തെളിയുന്നു നിൻമുഖമമ്മേ, 53 മണി ജപമാലയിൽ തെളിയുന്നു നിൻമുഖം അമ്മേ,
സൊല്ലുകനാഥേ നിൻ സ്നേഹഗാഥ, മാതൃസ്നേഹത്തിൻ സ്നേഹഗാഥ, നൊന്തു പെറ്റുരമ്മതൻ ഹൃദയവിധ, സാന്ത്വന സ്നേഹത്തിൻ ജീവഗാഥ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ് പാടി. അത് വളരെ സൂപ്പർ ഹിറ്റായ ഒരു പാട്ടാണ്. അതെ അതെ, എനിക്ക് തോന്നുന്നു ഒത്തിരി ലക്ഷം പേര് ലക്ഷങ്ങള് കേട്ട ഇപ്പോഴും ആ പാട്ട് കേട്ടിട്ട് എന്നെ പലരും വിളിക്കാറുണ്ട്. കൂടുതലും പ്രായമായവരൊക്കെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് എന്നോട് സംസാരിക്കാറുണ്ട് പാട്ടിട്ട്. ചിത്ര ചേച്ചി ആണെങ്കിലും ആ പാട്ട് കരഞ്ഞുകൊണ്ട് പാടി തീർത്തൊരു പാട്ടാണ്. കാരണം ചേച്ചിയുടെ കൊച്ചൊക്കെ മരിച്ചിരിക്കുന്നത് ഇതിന്റെ അവസാന ഭാഗത്ത് അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അനുപല്ലവി പാടി കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി പാടാൻ പറ്റണില്ല. അപ്പൊ ചേച്ചി ഞാനിപ്പോ വരാന്നിട്ട് മാറിപ്പോയിരുന്നിട്ട് ചേച്ചി പിന്നെ ശരിക്കും കരഞ്ഞിട്ട് തന്നെ പാടി തീർത്താണ് അതിന്റെ ബാക്കി വരികളൊക്കെ കേട്ടോ. ചേച്ചി ചിത്ര ചേച്ചി അതിനെക്കുറിച്ചൊരു ഈ ഗാനം പാടിക്കൊണ്ടിരുന്ന സമയത്ത് ചേച്ചിക്കുണ്ടായ അനുഭവങ്ങൾ ഒരു യൂട്യൂബിൽ ഷെയർ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ 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 അതെ, അത് അത്ര ടച്ച്ഫുൾ ആയിരുന്നു ആ ഗാനം. അത് ശരിക്കും ആ പാട്ടിന്റെ വരികൾ കണ്ടപ്പോൾ തന്നെ ചിത്രചേച്ചിയുടെ മാനേജർ വിനുചേട്ടൻ എന്നോട് പറഞ്ഞു, ഷാൻഡി ഈ പാട്ട് കാരണം അതിനകത്ത് മടിയിൽ കിടത്തി ഈശോനെ മടിയിൽ കിടത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ മരണത്തെ കുറിച്ചും അതൊക്കെ പറയുന്നുണ്ട്. ചേച്ചി പാടി തീർക്കുമെന്ന് എനിക്ക് അറിയില്ല ഷാൻഡി. അതേപോലെ തന്നെ ചേച്ചി പാടി തുടങ്ങി അനുപല്ലവി കഴിഞ്ഞു ചരണം വേറൊരു മൂഡാണ്. ചേച്ചി പാടി തുടങ്ങിയതിന് ശേഷം സ്റ്റുഡിയോ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഷാൻഡി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞു. ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചേച്ചി പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് വന്നിട്ടാണ് പിന്നെ ചേച്ചി അത് പാടി മുഴുവിപ്പിച്ചത്. അപ്പോഴാ പാട്ട് കാണുമ്പോൾ അതിന്റെ അവസാനം ചേച്ചിയുടെ വോയിസ് ഇടറിയിരിക്കുന്നത്. ഞാൻ അതിനൊന്നും ചെയ്തില്ല, ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. കാരണം അത് ഒരു സോൾഫുൾ സോങ് ആയതുകൊണ്ട് അതിനങ്ങനെ തന്നെ വെച്ചു. അത് ഈ ഗാനം സംഗീതം ചെയ്തപ്പോൾ ഷാൻഡിക്കുണ്ടായ അനുഭവമാണ് ആ പാട്ട്. ഞാനെപ്പോഴും ഓരോ പാട്ടുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ വരികളിലൂടെ കുറേ വട്ടം യാത്ര ചെയ്യാറുണ്ട്. കുറേ വട്ടം വരികൾ വായിച്ചു നോക്കി അത് ഇന്ന താളത്തിൽ ചെയ്യണമെന്നോ ഇന്ന രാഗത്തിൽ ചെയ്യണമെന്നോ ഒരിക്കലും ചിന്തിക്കാറില്ല. മറിച്ച് ആ വരികൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് എപ്പോഴും ചെയ്യാറ്. പക്ഷേ ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തായാലും ഈ പാട്ട് ജനങ്ങളെ ഏറ്റെടുക്കുന്ന 100% ഉറപ്പായിരുന്നു. അത് ദൈവാനുഗ്രഹത്താൽ ചിത്ര ചേച്ചിനെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റി. അതൊരു വലിയ അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം നൽകിയല്ലോ. സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടുണ്ടോ? എന്നെ ശരിക്കും കീബോർഡ് പഠിപ്പിച്ചത് നമ്മുടെ പുത്തമ്പരക്കൽ അച്ഛനാണ്, വിൻസെന്റ് ഷില്ലേ അച്ഛനാണ് എന്നെ കീബോർഡ് പഠിപ്പിച്ചത്. കീബോർഡിലൂടെയാണ് അതെ അതെ, കീബോർഡിലൂടെയാണ് സംഗീതം ചെയ്യുന്നത്. എനിക്ക് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ജോസ്ന. കാരണം ഞാൻ ജോസ്നയിലോട്ട് വരാൻ വരികയാണ്. ജോസ്ന വളരെ നല്ല ഒരു ഗായിക, നല്ലൊരു ശബ്ദമാണ്. ജോസ്ന സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടുണ്ട്. എവിടെ? RLV കോളേജ് തൃപ്പൂണിത്തുറ. അത് ശരി. അവിടെ ഏതാ? BA മ്യൂസിക്. അത് ശരി. ഓക്കെ. ഇപ്പോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. MA ക്ക് ചേരുന്നില്ല? അതെന്താ അത് ചോദിച്ചപ്പോ പേരുണ്ടല്ലോ. അപ്പൊ ഞങ്ങള് ശരിക്കും വീട്ടില് ഞാനും ജോസിനും 2 മക്കൾ ഞങ്ങൾ തന്നെയാണ്. അമ്മ ചേട്ടന്റെ കൂടെയാണ് നിൽക്കുന്നത്. അത് ശരി. ശരിക്കും ഞങ്ങൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് ശരിക്കും 2 മണിക്കൊക്കെ വെളുപ്പിന് കിടക്കുന്നതൊക്കെ. ഓഹോ. കാര്യങ്ങൾ ഇവരെ കിടത്തി ഉറക്കിയിട്ട് വേണം പാട്ട് കമ്പോസ് ചെയ്യാനുള്ളത്. ഞാൻ ചിലപ്പോൾ സ്റ്റുഡിയോന്ന് 1 മണി 2 മണിക്കൊക്കെയാണ് വെളുപ്പിന് വരുന്നത്. ജോസ്ന ശരിക്കും നല്ലൊരു സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ എല്ലാവരോടും സംസാരിച്ച് എനിക്ക് ശരിക്കും ശബ്ദമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ കമ്പോസ് ചെയ്യാതിരിക്കുമ്പോ ട്രാക്ക് പാടാനൊക്കെ വന്നിരിക്കുന്ന ജോസ്നയാണ്. ശരിക്കും അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ തോന്നണം എപ്പോഴും ഞാൻ തിരിച്ച് നഴ്സിംഗിലേക്ക് പോകേണ്ടി വന്നേ. ഈ ഷാൻഡി സംഗീതം ചെയ്യുമ്പോൾ ജോസ്ന അടുത്ത് പോയിരിക്കാറുണ്ടോ? അപ്പോ ഒരു പാട്ട് കേൾക്കുമ്പോ സംഗീതം ചെയ്യുമ്പോ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഏതൊക്കെ ഉള്ളില്ലേ ചേട്ടാ ഇത് കുഴപ്പമില്ല? അല്ല ഞാൻ ചോദിക്കുന്നതല്ല, നല്ലതാണോ എന്നല്ല, വിമർശനങ്ങൾ വരാറുണ്ട്. പറയാറുണ്ട് അല്ലെ? ഏറ്റവും കൂടുതൽ വേർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു വിമർശനം എന്താണ്? അതല്ല എന്നോട് അവള് പറയുന്നത് ശരിയാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. മ്യൂസിക്കിന് ജോസിനെ കുറച്ച് എന്നെ ഇങ്ങനെ പോയി പഠിച്ചതുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയും അത് കുറച്ച് അങ്ങനെ. പക്ഷെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ക്രിസ്ത്യൻ ഡിവോഷനൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആത്മാവ് എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വലാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പോഴും ആ വഴിയിലൂടെ യാത്ര ചെയ്യാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത്. ആള് കുറച്ച് ഈ തിയറിക്കലായിട്ട് പഠിച്ചതുകൊണ്ട് എന്നോട് പറയും, പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ജീവിതം കൂടി ഉണ്ടല്ലോ. ടെക്നിക്കലായിട്ടുള്ള അറിവ് നമ്മുടെ പക്ഷേ ആത്മാവിന്റെ ഒരു അറിവാണ്. പക്ഷെ ജോസ്നയ്ക്ക് ടെക്നിക്കലായിട്ടുള്ള അറിവുണ്ട്. രണ്ടും വേണം. അതെ തീർച്ചയായിട്ടും രണ്ടും വേണം. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവൻ വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളും അത് ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.
അതുവരേക്കും നന്ദി നന്ദി, നമസ്കാരം.